ഒരുത്തൻ വരുന്നുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇനി അവന്റെ കാര്യം പോക്കായിരിക്കും. എന്റെ കാര്യം അപ്പൊ എന്റെ കാര്യം പോക്കാം, എന്നെ തൊലയ്ക്കുമെന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന കല്ലെടുത്ത് ബാക്കിയതല്ലേ ചത്താല് വായിക്കരി ഇടാൻ പോലും ആളുണ്ടാവില്ല. അങ്ങനെ കേട്ടോ ഈ ചെവി കൂടോ? വിജനമായിട്ടുള്ള ഒരു വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതെ, എൻ്റെ അപ്പുറത്തൊക്കെ കുറെ കൃഷിസ്ഥലം അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ ഞാൻ വരാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. ഇവിടെ എന്നെ കാണാൻ വേണ്ടി ഒരാൾ വരികയാണ്. ഒരുപാട് നാളായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്നെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ആളെ നിയന്ത്രിക്കുന്ന ഏതോ ഒരു ശക്തിയുണ്ട്. ആ ശക്തി കാരണം ഉറങ്ങാൻ പറ്റുന്നില്ല, അശരീരി കേൾക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നമാണ് ആ സ്ത്രീ നേരിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അത് എന്താണ് സത്യം, അതിൻ്റെ കള്ളത്തരം എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ദേ ആൾ ഓട്ടോയിൽ എത്തിക്കഴിഞ്ഞ് ദേ നിൽക്കുവാണ്. ഓട്ടോയിൽ തടഞ്ഞു നിർത്തി. ആ ഓട്ടോയ്ക്കകത്ത് ആളുണ്ട്. ഒരു ബിന്ദു. അപ്പോൾ ബിന്ദുവിൻ്റെ പ്രതീക്ഷയാണ് ഇത്രയും നേരം നിൽക്കുന്നത്. നമസ്കാരം. അപ്പോൾ എന്തായാലും ഓഫ് ചെയ്തോ. അപ്പോൾ ഈ ഓട്ടോയും വിളിച്ച് പാവപ്പെട്ട സ്ത്രീ ഒരുപാട് ദൂരം താണ്ടി വന്നിരിക്കുവാണ്. അവർക്ക് അറിയത്തുള്ളൂ എൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് അല്ലേ ബിന്ദു? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പറയാനുണ്ടാവും അല്ലേ? എന്ത് ബിന്ദു പ്രശ്നം ശരിക്കും പറഞ്ഞാൽ? ബിന്ദുവിന് ഇപ്പം ആരും നിയന്ത്രിക്കുന്ന പോലെ തോന്നുന്നു അല്ലേ? നിയന്ത്രിക്കുന്ന പോലെയല്ല, പിന്നെ ഇങ്ങോട്ട് മത്താളത്ത് മാറി തല വെട്ടം കാണിക്കണ്ട. എന്തായാലും ഇമാര് നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നം. ഇപ്പം നോക്കി കറക്റ്റ് ലൈറ്റ് ഒന്നും ഇല്ല. ഓക്കെ പറഞ്ഞു തുറന്നു ഒരു പേടിക്കണ്ട. എന്ത് പേടി? എന്ത് മുഖത്ത് ഒരു മുഖത്തിൽ പേടിയുണ്ടല്ലേ? ഇത് ഞാൻ പറയുന്ന സമൂഹം എന്ത് വിചാരിക്കുന്നൊക്കെ ഉള്ളു അല്ലേ? അങ്ങനെ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ കട്ടയ്ക്ക്. പറ ഇനി എന്താ പ്രശ്നം? എന്താ അതെന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യുന്നത് എല്ലാം എന്റെ ഓരോ 24 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. ആര് നിരീക്ഷിക്കുന്ന പറയുന്നത്? നിരീക്ഷിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് പറയുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പരാജയം. അതെന്ന് വെച്ചാൽ നമ്മൾക്ക് പിന്നെ നമുക്ക് തെളിവ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വെച്ച് ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെ ഏതോ ഒരു ശക്തി നിരീക്ഷിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ചൊവ്വേ നേരെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ഇതിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റൂ? ഇവര് സംസാരിക്കുന്നതൊക്കെ അവര് സംസാരിക്കുന്ന എനിക്ക് ആ ശരീരമായിട്ട് കേൾക്കും. ഇന്നിപ്പോ എന്തെങ്കിലും കേട്ടായിരുന്നോ? ഇന്ന് കേട്ടുകഴിഞ്ഞാല് നീ പിന്നെ ഇത് ആരും പറയാൻ പാടില്ല, അവരോടൊന്നും ഇത് പുറത്തൊക്കെ അറിയിക്കാൻ പാടില്ല. പുറത്ത് അങ്ങനെയാണ് നിന്റെ പിന്നെ ചത്താൽ വായിക്കരി ഇടാൻ പോലും ആളുണ്ടാവില്ല. അങ്ങനെ കേട്ടോ? ഈ ചെവി കൂടോ? എത്ര സമയത്ത്? ഒരു 10 മണിയാകുന്ന സമയത്ത്. നീ ഈ സംഭവം പുറലോകത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വായിക്കരി ഇടാൻ പോലും ഒരാളും പോലും വെച്ചേക്കത്തില്ല. ഭീഷണിയാണ്. ഭീഷണി എപ്പോഴും ഭീഷണിയാന്ന്. ഇപ്പം കുട്ടികൾ സ്കൂളിൽ പോകാൻ വേണ്ടി പിന്നെ നമ്മൾ സാധാരണ ഇതിൽ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ റോഡിലേക്ക് നോക്കിക്കൂലേ, അപ്പൊ ഇവര് പറയും കുട്ടികളെ ഇനിയിപ്പം നീ നോക്കണ്ട, ഇനിയിപ്പോ ഏതെങ്കിലും പിന്നെ പുഴയിലോ അങ്ങനെയും പറയും. ഈ മരണത്തിന്റെ മരണത്തിന്റെ കാര്യന്ന് പറയാ. കുട്ടികളെ ഭാവി തകർക്കുന്ന രീതിയിലൊക്കെ ഇങ്ങനെ നമ്മളെ പറഞ്ഞ് പേടിപ്പിച്ച് ഇങ്ങനെ ഒരു പാനിക്കാക്കി. ശരിക്കും ദൈനംദിന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്നില്ല ഈ പേടി കാരണം. അതെന്ന് വെച്ചാൽ കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടല്ലേ നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇതുപോലെ ഓരോ ഭീഷണി എടുക്ക് പറയും. ഇന്ന് ഞാൻ വരുന്ന എന്തെങ്കിലും സൂചന ഭീഷണിയായിട്ടുമല്ലോ ഒരുത്തൻ വരുന്നുണ്ട്, അവനെ സൂക്ഷിക്കണമെന്ന് പറയാറുണ്ട്. ഇനി അവന്റെ കാര്യം പോക്കായിരിക്കും. എന്റെ കാര്യം പോക്കെന്ന് പറഞ്ഞു അവന്റെ കാര്യം പോക്കായിരിക്കും. കാരണം എന്താ വെച്ചാല് ഇവന് ചെയ്ത പ്രോഗ്രാം ആര് കാണുക? ഇനി ആരും കാണാൻ അതൊന്നും ആരും വില വെക്കൂല, ആരും ഇത് കാണൂല, ഒരു റീച്ചും കിട്ടൂല, അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ എന്റെ കാര്യം പോക്കാം, എന്നെ തൊലയ്ക്കുമെന്ന് പറയുന്നത്. ചിരിക്കാൻ വേണ്ടിയല്ലേ എനിക്കും പേടിയായി തുടങ്ങിയത്. അങ്ങനെ കേൾക്കും. ഇത്രാമത്തെ വയസ്സിൽ മരിക്കുന്നു അങ്ങനെയൊക്കെ എന്തൊക്കെ പറയാറുണ്ടോ ബിന്ദുവിന്റെ പറ്റി? അല്ല, നിന്നെ അത് പറയുന്നത് വെച്ചാല് മിക്കവാറും നിനക്ക് പിന്നെ എന്താ പെട്രോൾ കൊണ്ട് അല്ല, പെട്രോൾ കൊണ്ട് പിന്നെ ഇതിനെ കത്തിക്കും ഇങ്ങനെയൊക്കെ പറയും. നീ പിന്നെ എഴുന്നേക്കലുണ്ടാവില്ല, നീ കത്തിക്കരിയും, നീ പോകുമ്പം പിന്നെ ട്രെയിനിൽ പോകുമ്പോൾ ട്രാക്കിൽ പിടിച്ച് തള്ളിയിടും, അങ്ങനെയെല്ലാം പറയും. പുരുഷസ്വരാണ്. ഒറ്റ ശബ്ദമല്ല, പല രീതിയിലും കേൾക്കും. കൂടുതൽ കേൾക്കുന്നത് ഒരു 10-16 വയസ്സുള്ള പയ്യന്മാരുണ്ടല്ലോ, ഇതിന്റെ ശബ്ദം ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് സാധാരണ ശബ്ദം തന്നെ ആൾക്കാർ മൈക്കിൽ പറയുന്നത് നമ്മൾ കുറച്ച് ദൂരത്ത് കേൾക്കുന്നു. അങ്ങനെയൊന്നും പറയില്ല. അങ്ങനെയൊന്നും ആക്കില്ല. സാധാരണ നീ ഇതുപോലെ ചെയ്താലും നിനക്ക് പിന്നെ ഇനി നീ പിന്നെ
അതിന് തക്കതായിട്ട് അനുഭവിക്കും. അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പറയും. പേടിച്ചുകൂടി നടക്കുവോ? ഇല്ലില്ല, അത് അതിന്റെ പണിക്ക് പോവും. എന്ന് വെച്ചാൽ അത് മാത്രം അങ്ങനെ ഇല്ല. ലൈറ്റ് വെട്ടമൊക്കെ മുഖത്തൊക്കെ അടിക്കുവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല. പിന്നെ ഒരു ഇതെന്ന് വെച്ചാൽ തൊട്ടടുത്ത വീടുകളിൽ നിന്ന് ഇവിടെ നിന്ന് അങ്ങനത്തെ ഉണ്ടായിരുന്നില്ല. പല സ്ഥലങ്ങളിലും ഞാൻ കിടക്കുന്ന റൂം ഏതാന്ന് മനസ്സിലാക്കിയിട്ട് അത്ര വരെ പിന്നെ വെന്റിലേറ്ററിലോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ അത് മനസ്സിലാക്കിയിട്ട് ഏകദേശം ഒരു 12 മണിക്ക് ശേഷം ആ വെന്റിലേറ്ററിൽ കൂടി ഒരു ലൈറ്റ് ഇങ്ങനെ വരും. ലൈറ്റ് ഏത് റൂമിൽ കിടന്നാലും ഏത് റൂമിൽ കിടന്നാലും അത് പെട്ടെന്നില്ല, ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലാന്ന് ഉണ്ടാവില്ല. അത് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തന്നെ നിൽക്കുന്നതായിരിക്കും. അല്ല, ഈ വെന്റിലേറ്ററിന്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടന്നു വരും. ആ കടന്നു വരുന്ന ലൈറ്റ് പിന്നെ ഇതില് നമ്മള് മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാലൊന്നും കാണൂല. പിന്നെ ഇത് പോന്നപ്പോന്നറിയോ, പിന്നെ ഒരു 5 മണിയാകുമ്പോഴേക്കും അത് ഓഫ് ആവും. അതുവരെ റൂമിൽ കാണും അത്. ഇത് ഞാൻ പറയട്ടെ ബിന്ദു, ഇതൊക്കെ തോന്നലായിരിക്കുമോ? ഇല്ല, സത്യം എന്ന് വെച്ചാൽ അത് കാണിക്കണമെങ്കിൽ ഇപ്പൊ എനിക്കിപ്പം ആരെങ്കിലും നമ്മൾ ഒന്നിച്ചുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കും. ഒരാള് കൂടുതലുണ്ടെങ്കിൽ സംഭവമൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ നിൽക്കുവാണ്, ഇടയ്ക്ക് വേറെ ശല്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അങ്ങനെ അല്ലേ? അപ്പൊ എനിക്കൊരു സത്യം പറയാം, എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ടായിരിക്കും എന്നെ എടുക്കാത്തത്. എന്തുകൊണ്ടായിരിക്കും ബിന്ദു എന്ന് പറയുന്നത് ഈ സാധാരണ സ്ത്രീയെ തിരഞ്ഞെടുക്കുന്നത്? നേരത്തെ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്നു പറയട്ടെ, ഇതൊരു മേളിൽ കുറെ ആൾക്കാർ ഇരിക്കുവാണ്, സാറ്റലൈറ്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. നിരാശപ്പെട്ട 10 പേര്, സന്തോഷിക്കുന്ന 10 പേര്, അല്ലെങ്കിൽ പിന്നെ ദേഷ്യപ്പെടുന്ന 10 പേര്, അങ്ങനെ കുറെ സെലക്ട് ചെയ്ത കൂട്ടത്തിൽ നിരാശപ്പെട്ട ഒരാളായിരിക്കും. അങ്ങനെ ചെയ്യുന്നതാണ് എന്നാണ് പറയുന്നത്. രേഖകളൊക്കെ ഉണ്ടോ? അതിന്റെ ഇത് എടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ മോണിറ്റർ ചെയ്തിട്ട് പിന്നെ അതിനായിട്ട് പ്രത്യേക റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് കൂടുതൽ ഈ ചാരസംഘടനകളും അതുപോലെ തന്നെ പല സംഘടനകളും ഇത് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് നമ്മളെ എന്താ മിലിറ്ററി ആണ് ഇത് ഉപയോഗിക്കുന്നത്. ഇവർക്കൊരു കാര്യമുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. ഞാൻ അത്ര ഇംഗ്ലീഷ് ഭാഷ ഈസി ആയിട്ട് സംസാരിക്കാൻ വേണ്ടി എന്നാൽ കഴിയുന്നത് ഞാൻ പരമാവധി പ്രാക്ടീസ് ചെയ്തു. അത് ഇംഗ്ലീഷ് പറ്റൂല, ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായില്ല എന്തുകൊണ്ടാണെന്ന്. അല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ഇംഗ്ലീഷ് അത് ബ്രെയിൻ വാഷ് ചെയ്ത് ഇംഗ്ലീഷ് മറന്നു. എന്ത് പരീക്ഷയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എനിക്ക് പാസ്സാകാൻ പറ്റിയിട്ടില്ല. ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്ക് തുടക്കം കിട്ടൂല, പകുതി കിട്ടൂല, പിന്നെ ഒന്നുമില്ല, ഒരു ആശയം പോലും ഇല്ല. അത് ബ്ലോക്ക് ആക്കും, മൈൻഡ് ഇങ്ങനെ അനങ്ങൂല. മന്ദബുദ്ധിയാണ്, ഇടി വരട്ടെ ചിലപ്പോ ഇങ്ങനെ ഇരിക്കും ഞാൻ പരീക്ഷ ഹാളില്. ഗൂഗിളിൽ നോക്കിയിട്ട് ടെക്നിക്കുകൾ നമ്മൾ പഠിക്കാൻ പാടില്ല അല്ലേ? ആ സമയത്ത് ഇത് എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടീത്തി പോയി തന്നെ, പക്ഷെ ഇത് അറിയുന്നില്ല. ഇതുവഴി നോക്കിക്കൊണ്ടിരിക്കും, അവരോട് എന്തോ പറയാനുള്ളത്? എന്നെ വെറുതെ പാവപ്പെട്ട എത്ര പേര് ഉണ്ട് ലോകത്തിൽ, അവരെ പിടിക്കാൻ പറ. അതന്നെ, അത് പിന്നെ എന്നെ വെറുതെ വിട് തന്നെ. അത് BTSന്റെ ഒരു പാട്ടുണ്ട്. ഞാനിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഈ ഓർമ്മ ഇതാക്കാണ്ട് ഞാൻ പാട്ട് പഠിച്ചോണ്ടിരിക്കും. ഒരു ദിവസം I used to believe we were burning on the edge of something beautiful, something beautiful, selling a dream, smoking mirrors, was waiting on a miracle, on a miracle. ഞാൻ പറയട്ടെ, ഈ തലച്ചോറിനെ പിന്നെ ആരാ അടിച്ചു മാറ്റാത്തത്? എന്ത് സ്മൂത്തായിട്ട് ഇംഗ്ലീഷൊക്കെ പാട്ട് പാടുന്നത്. അത് പല ഭാഷകളിലും പാട്ട് പാടാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു കഷ്ടപ്പെട്ടിട്ട് കുറേ നാൾ കഷ്ടപ്പെട്ടിട്ട് സ്പാനിഷ് സോങ് പഠിച്ചു വെച്ചു. Sí, sabes que ya llevo un tanto mirándote, tengo que bailar contigo hoy, diva, vi que tu mirada está llamándome, muéstrame el camino que yo voy. Oh, quiero bailar tu pelo, quiero ser tu ritmo, que le enseñes a mi boca, es lugar favorito, 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 baby. മേലക്കെട്ട ബോറബിന്റെ സബാറബനെ കുലപ്പുട ചിങ്ങറപ്പൂര ചിറപ്പാലേ ചിറപ്പാല. അതാണ് ബാക്കിയതല്ലേ? ഇതാണ് സ്പാനിഷ്. അതറിയില്ല, ഇതാണ് സംഭവം. ഇടയ്ക്ക് തെറ്റിപ്പോയി, അത് ഞാൻ പിടിച്ചു കഴിയോടെ. ആ വരി ഗീറപ്പുല്ല കിണ്ണ കിണ്ണ തൂറത്തല്ലോ, ആ വരി അങ്ങനെ ഇടയ്ക്ക് തെറ്റിപ്പോയല്ലോ. ഞാൻ പിടിച്ചത് കേട്ടോ. അപ്പൊ ഇനി സ്പാനിഷ് ഭാഷയൊക്കെ മനസ്സിലാക്കുക, വേറെ ആൾക്കാരോട് മനസ്സിലാക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞല്ലേ, ഇതൊരു സംഭവം തന്നെയാണല്ലോ ബിന്ദു. സ്പാനിഷ് അറിയാം, ഇംഗ്ലീഷ് അറിയാം, മലയാളം അറിയാം. ചോദിക്കുന്നേരെ
ശരിക്കും പറഞ്ഞാല് ബിന്ദു എന്ന് പറയുന്നത് നല്ല കലാകാരിയാണ്, മിടുക്കിയാണ്. ഈ തലച്ചോറിനാണ് ഏതോ വൃത്തിയേട്ടന്മാർ മേളിൽ ഇരുന്നില്ല സാറ്റലൈറ്റ് ഇരുന്നുണ്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് പറയാം. ഇനിയിപ്പോ എന്താ പ്രശ്നമുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഇപ്പൊ ഇവരെ ഇതുകൊണ്ട് പിന്നെ ഇതുകൊണ്ട് വീട് ജപ്തിന്റെ വക്കിലാണ്. വീടിനെന്ത് പറ്റി? വീടെന്ന് വെച്ചാല് മുമ്പ് ഒരു ലോൺ എടുത്തിട്ട് അതൊരിക്കൽ വിറ്റിട്ട് പിന്നെ നമ്മൾക്ക് പിന്നെ പാർട്ടീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ബിസിനസ് ചെയ്യോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഇവന്മാരുടെ കാരണം ഇടപെട്ടിട്ട് പിന്നെ ഇത് സ്ഥലം വീട് എടുക്കാൻ ആളില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം ഡിവോഴ്സ് ചെയ്യാന്ന്. അപ്പൊ രണ്ടാമത് കെട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കല്യാണം തന്നെ മുടക്കുക എന്ന് വെച്ചാൽ ആരെങ്കിലും വിളിച്ചു പറയുമ്പോഴേക്കും ആ ചക്കന്റെ വീട്ടിലേക്ക് എന്തെങ്കിലും അപവാദം അവിടെ എത്തി. കല്യാണം മുടക്കുകള് കല്യാണം കഴിക്കാൻ പാടില്ല. ഒറ്റക്ക് കെട്ടിക്കഴിഞ്ഞാൽ പല പല സ്ത്രീകളും ഇങ്ങനെ നമ്മൾ വിചാരിക്കാറില്ല എന്താ അവർ ഒറ്റക്ക്. അപ്പൊ ഇവന്മാരുടെ പരിപാടിയാണ് ഇത് എന്നുള്ളത് ഓർത്തോളാം. അത് മുടക്കും. നമുക്ക് അവരോട് അടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെടുത്ത് പിന്നെ സത്യം പറ. ഇല്ല മനസ്സിലാളൊന്നുമില്ല. പക്ഷെങ്കിൽ ആരെങ്കിലും വന്നെങ്കിൽ കെട്ടാന്നുണ്ട്. അതെ അതെ ഇല്ല നമ്മളെ ഫുൾ ടൈം അങ്ങനെ നമ്മളെ ബ്രെയിനാണെന്നല്ല ഇവർ നിരീക്ഷിക്കുന്നത്. നമ്മളെ മൈൻഡ് ചലിക്കുന്നത് ഇവരറിയും. അവരത് വായിച്ചെടുക്കുന്നല്ലേ പറയുന്നത്. അതിനു വേണ്ടിട്ട് അതായത് അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ കേൾക്കുന്നതന്നെ ഇനി നിനക്ക് അവിടെ പോകാൻ പറ്റില്ല, നിനക്ക് വേണ്ടുന്നെല്ലാം നമ്മൾ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, ആ പണി തന്നിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും അതായത് ഇവിടെ ശ്രദ്ധിക്കണം, പിന്നെ നോക്കണേ ഇങ്ങനെ കേസൊക്കെ ഉള്ളതാണ്, പിന്നെ അതായത് വല്ല എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നോ, പിന്നെ കുട്ടികളിലെ വീട്ടിൽ നിന്ന് നോക്കണേ, കുട്ടികളൊക്കെ നോക്കണേ, ഇവള് പീഡിപ്പിക്കുന്നൊക്കെ പറഞ്ഞു. പല രൂപത്തിലും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്വസ്ഥമായിട്ട് സഹോദരിക്ക് ജീവിക്കണം. ബിന്ദുവിന് ഒരുപാട് ബാധ്യതകളുണ്ട്, ജപ്തിയുണ്ട്, അതുമാത്രമല്ല നല്ലൊരു പയ്യനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുട്ടികളെ പഠിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ജീവിക്കാൻ ഇറങ്ങി തിരിച്ച് ബിന്ദുവിനെ പന്നന്മാര് വെറുതെ വിടറാ. നിനക്ക് വേറെ എത്ര സ്ത്രീകളുണ്ട്? പിന്നെ ഇത് ഇതിപ്പോ മാത്രല്ല, ഞാൻ ചെറുപ്പത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ നന്നായി ചിത്രം വരക്കാറുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അപ്പം ആ സമയത്ത് എന്നെ ഞാൻ രജിസ്റ്ററിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു ക്ലാസ്സിൽ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും ഞാൻ നന്നായി ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ കൂടി എന്നെ പ്രൈസ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനാണ് ഏറ്റവും കൂടുതൽ അന്ന് തൊട്ട് തുടങ്ങി പണി. ഒരു 8ാം വയസ്സിൽ തൊട്ട് എന്നിട്ട് എന്നോട് അത് മാത്രമല്ല എന്റെ പ്രസവത്തിന്റെ ഓപ്പറേഷൻ 2 സിസേറിയൻ ആയിരുന്നു. അപ്പൊ ആ ഓപ്പറേഷന്റെ ഇനി ഇവർ വേണമെങ്കിൽ എന്തെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ അറിയില്ല. പിന്നെ പോകുമ്പം പിന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ കാണുന്നു ബസ് ഡ്രൈവർമാരും പിന്നെ അവരെല്ലാം എന്താ എന്നെ കാണുമ്പോൾ എന്തോ അതായത് ഇവിടെ ഞാൻ ഈ റെസ്റ്റ് ചെയ്ത സംഭവം എന്തെങ്കിലും ആരെയും എന്നോട് പറയാ നീ കൂട്ടബലാത്സംഗത്തിന് വിധേയത തെളിവ് നമ്മളടുത്തുണ്ട്. അപ്പൊ അപ്പൊ കൂട്ടബലാത്സംഗം ചെയ്ത ആള് മര്യാദക്ക് എണീച്ച് നടക്കും. ഇങ്ങനെ എന്തെല്ലാം പറയാ, നീ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നീ അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇങ്ങനെ. അത് മാത്രല്ല പിന്നെ ഞാൻ മാട്രിമോണി കൊടുത്ത സമയത്ത് ഒരു കേസിന്റെ എന്തോ കേസ് എന്നല്ല എഴുതിയിട്ട് ഒരു നമ്പറിൽ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. എനിക്ക് തല വരുന്നത് എന്റെ പൊന്നു ബിന്ദു നിർത്ത്. എന്തായാലും എനിക്ക് വല്ലാത്തൊരവസ്ഥയിലാണ്. ആ പാവപ്പെട്ട സ്ത്രീയെ പന്നന്മാരെ ജീവിക്കാൻ അനുവദിക്കട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞ ഒരുപാട് കോളുകൾ ഇങ്ങനെ വരാറുണ്ട്. അങ്ങനെ ഹാക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഫോണെല്ലാം പിന്നെ ഞാനത് ഒന്നും പിന്നെ പേടിച്ച് നിൽക്കാറില്ല. പേടിക്കരുത്, ധൈര്യത്തെ നേരിടുക. ഞങ്ങൾക്ക് കൂടെ ഉണ്ട് കേട്ടോ കട്ടയ്ക്ക്. അപ്പൊ ഇനി ഇത്രയേ ഉള്ളൂ. എല്ലാം പ്രശ്നമാണ്, തൊടുന്നതും പിടിക്കുന്ന ഒക്കെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇനി എനിക്കറിയത്തില്ല ബിന്ദു ഇനി എങ്ങനെ അതിജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, ബ്രെയിൻ മാപ്പ് ചെയ്യുന്നുണ്ട്, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, പറഞ്ഞ ഒരുപാട് കോളുകൾ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മൾ എത്ര പരിഹസിച്ചാലും ഇവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു മീഡിയയ്ക്ക് മുമ്പിൽ വന്ന് പറയണമെങ്കിൽ അത്രത്തോളം അവർ സഹിക്കുന്നതിനപ്പുറമായിരിക്കും അല്ലേ. ഒരിക്കലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പുറത്ത് അറിയാതിരിക്കാനാണ് നമ്മളൊക്കെ നോക്കുന്നത്. ഒരു മീഡിയയ്ക്ക് മുമ്പ് എനിക്ക് ഇത്തരം പ്രശ്നമുണ്ടെന്ന് ബിന്ദു ഉറപ്പിച്ച് പറയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം കാണും. അത് തീരുമാനിക്കേണ്ടത് സൈക്കോളജിസ്റ്റുകളാണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ബിന്ദുവിൻ്റെ വിഷയങ്ങൾ നമ്മുടെയൊക്കെ വിഷയമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് ഇരകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. തീർച്ചയായിട്ടും ഇതിനുള്ള ഒരു പരിഹാരം കാണട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. ഇനി മറ്റാരും അറിയാത്ത മറ്റൊരു കഥയുടെ അറിയാ കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരേക്കും